ഹായ് ഫ്രണ്ട്സ്, ന്യൂ ഇയർ ആയിട്ട് നമ്മുടെ ചാനലിലുള്ള എല്ലാ സബ്സ്ക്രൈബേഴ്സിനും ഒരു 1 lakh അബോവ് ഉള്ള ഗിഫ്റ്റ് കൊടുക്കാൻ പോവാണ്. അപ്പോൾ എന്താണെന്ന് പറഞ്ഞുതരാം. ഇപ്പോൾ ഞാൻ ഈ റോഡ് മാപ്പ് എഴുതിയിട്ടുണ്ട് മേൺ സ്റ്റാക്ക് ഡെവലപ്പറിൻ്റെ. അപ്പോൾ നമ്മുടെ യൂട്യൂബിനകത്ത് കാണുന്ന പോലത്തെ സെപ്പറേറ്റ് ആയിട്ടുള്ള, അതായത് ഇപ്പോൾ ഓരോ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പായിട്ട് പറയുന്ന അങ്ങനത്തെ വീഡിയോസൊന്നും അല്ല ഇത്. ഇതിനകത്ത് ഞാൻ എല്ലാ കാര്യങ്ങളും ഡീറ്റെയിൽ ആയിട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതൊരു ആദ്യത്തെ അധ്യായം എന്നൊക്കെ പറയാം. അപ്പം എന്ത് ചെയ്യുക, ഫസ്റ്റ് ഞാൻ ഒരു കാര്യം പറഞ്ഞുതരാം. ഇപ്പോൾ ഫസ്റ്റ് ഒരു കാര്യം പറഞ്ഞുതരാം ഞാൻ. അതായത് ഇപ്പോൾ മിഡിൽ ക്ലാസ് ഫാമിലി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവരുടെ അടുത്ത് ഇപ്പോൾ 1 lakh അബോവ് അല്ലെങ്കിൽ 2 lakh 3 lakh അങ്ങനെ ഒരുപാട് പേയ്മെൻറ്റ്സും കാര്യങ്ങളും കൊടുത്തിട്ട് എന്ത് ചെയ്യുക, ഒരു കോഴ്സിന് ജോയിൻ ചെയ്യുക, ഒരു ടെക് ഫീൽഡ്, ഒരു IT കരിയർ ഇതിലോട്ട് എൻ്റർ ചെയ്യുക എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ഭയങ്കര ബുദ്ധിമുട്ടുള്ള ഒരു കാര്യമായിരിക്കും. അപ്പോൾ അങ്ങനത്തെവർക്ക് എന്താ പറയുക, നമ്മൾ ഇത് എന്താണ് പഠിക്കേണ്ടത് എന്നുള്ള കാര്യങ്ങളൊക്കെ കറക്റ്റായിട്ട് അറിഞ്ഞു കഴിഞ്ഞാൽ അവർക്ക് സ്വന്തമായിട്ട് വീട്ടിൽ തന്നെ ഇരുന്ന് തന്നെ വർക്കൗട്ട് ചെയ്താലും എന്ത് ചെയ്യാൻ പറ്റും, ഒരു ജോബിൽ എൻ്റർ ചെയ്യാൻ പറ്റും. അപ്പോൾ ഫസ്റ്റ് നിങ്ങൾക്ക് വേണ്ടതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾ എന്താണ് പഠിക്കേണ്ടത് എന്നുള്ള കാര്യം നിങ്ങൾ ഫസ്റ്റ് അറിയണം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാൻ എന്ത് ചെയ്യുക, ഓരോ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പായിട്ട് പറഞ്ഞുതരാം. ഫസ്റ്റ് നിങ്ങൾ ചെയ്യേണ്ടതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ആദ്യം ഒരു ബേസിക് സെറ്റ് ആക്കണം നമ്മൾ. അപ്പോൾ ഇത് നമുക്ക് പറ്റിയ പരിപാടിയാണോ അല്ലേ എന്ന് നമ്മൾ അറിയണം ആദ്യം. നമുക്ക് കോഡിങ് അതിനോടൊരു ഇൻട്രസ്റ്റ് വരുന്നുണ്ടോ ഇല്ലേ എന്ന് ചെക്ക് ചെയ്യാൻ ഫസ്റ്റ് നമുക്ക് എന്ത് ചെയ്യാം, കുറച്ച് അരയും അതുപോലെ തന്നെ പാറ്റേൺസും കാര്യങ്ങളൊക്കെ ഒന്ന് വർക്കൗട്ട് ചെയ്യാം. പാറ്റേൺ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്, നമ്മൾ ഓൾറെഡി നമ്മുടെ കോഡ് കോഡേഴ്സ് ചാനലിനകത്ത് തന്നെ കൊടുത്തിട്ടുണ്ട്, ഒരുപാട് വീഡിയോസ് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അത് വളരെ ഈസി ആയിട്ട് തന്നെ എന്ത് ചെയ്യാൻ പറ്റും, നമുക്ക് ട്രൈ ഔട്ട് ചെയ്ത് നോക്കാൻ പറ്റും. അപ്പോൾ നല്ല അതിൻ്റെ ഔട്ട്പുട്ടൊക്കെ കിട്ടുന്ന ടൈമിൽ എന്തായിരിക്കും, നമുക്ക് തന്നെ ഒരു ഇൻട്രസ്റ്റ് ആയിരിക്കും ഇത് പഠിക്കാൻ, ഇത് നല്ല ഇൻട്രസ്റ്റ് ആണെന്ന് പറയും. അപ്പം നെക്സ്റ്റ് അതുപോലെ തന്നെ പാറ്റേൺ അത്യാവശ്യം ഞാൻ ഒരുപാട് വീഡിയോസ് ചെയ്തിട്ടുണ്ട്. ആ പ്ലേലിസ്റ്റ് കംപ്ലീറ്റ് ഒന്ന് വർക്കൗട്ട് ചെയ്യുക. പിന്നെ അതുപോലെ തന്നെ അരേൻ്റെ ഒരുപാട് ക്വസ്റ്റ്യൻസ് വർക്കൗട്ട് ചെയ്യാം. അപ്പോൾ അരേൻ്റെ നമ്മളൊരു പ്ലേലിസ്റ്റ് ചെയ്തിട്ടുണ്ട്, അത് വർക്കൗട്ട് ചെയ്യുക. അതുപോലെ തന്നെ ഊപ്സിൻ്റെ കൺസെപ്റ്റ് എന്തിനാണ് പഠിക്കുന്നത് വെച്ച് കഴിഞ്ഞാൽ, ഇപ്പോൾ നിങ്ങൾ മേൺ സ്റ്റാക്കിൻ്റെ ആണ് ഞാനിവിടെ ഇന്ന് ഒരു റോഡ് മാപ്പ് പറയുന്നത്. അപ്പോൾ അതിനകത്ത് മേൺ സ്റ്റാക്ക് ഡെവലപ്പർ ആകണമെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം, നമുക്കൊരു കുറച്ച് ഊപ്സ് കൺസെപ്റ്റൊക്കെ അറിയണം. കാരണം ജാവാസ്ക്രിപ്റ്റ് എന്ന് പറയുന്നത് എന്ത് തന്നെയാണ്, ഒരു ഒബ്ജക്റ്റ് ഓറിയൻറ്റഡ് പ്രോഗ്രാമിംഗ് ആണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്ക് ഈ ക്ലാസ്സും അതുപോലെ തന്നെ ഇത് കാര്യങ്ങളൊക്കെ അറിഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് വളരെ ഈസി ആയിരിക്കും. നെക്സ്റ്റ് വരുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ബേസിക് എല്ലാം കംപ്ലീറ്റായി നിങ്ങൾ പഠിച്ചു കഴിഞ്ഞാൽ നെക്സ്റ്റ് പഠിക്കേണ്ടതെന്ന് പറയുന്നത് HTML CSS ആണ്. അപ്പോൾ ഇനി ഓരോന്നിൻ്റെയും ഞാൻ ചാനൽസും അതുപോലത്തെ കാര്യങ്ങളൊക്കെ പറയുന്നുണ്ട്. ബേസിക് പഠിക്കാൻ നമ്മുടെ ചാനൽ തന്നെ നോക്കിയാൽ മതി. അത് മലയാളത്തിൽ തന്നെ നിങ്ങൾക്ക് എന്താവും, ഫസ്റ്റ് ബേസിക് നിങ്ങൾ മലയാളത്തിൽ തന്നെ കറക്റ്റായിട്ട് പഠിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, പിന്നെ വരുന്ന അഡ്വാൻസ്ഡ് ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ പിന്നെ ഇംഗ്ലീഷിലും ഒക്കെ പഠിക്കാൻ പറ്റും. ഓക്കെ, ഞാൻ ചാനൽസൊക്കെ പറഞ്ഞുതരാം. അപ്പോൾ നെക്സ്റ്റ് പറഞ്ഞത് HTML CSS ആണ്. അതിന് നമുക്ക് എന്ത് ചെയ്യാം, ഫസ്റ്റ് നമ്മൾ ചെയ്യേണ്ടതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു 2 പബ്ലിക് വെബ്സൈറ്റിൻ്റെ എന്ത് ചെയ്യണം, നമുക്ക് ക്ലോൺ ചെയ്യാം. 2 അതിൽ കൂടുതലൊക്കെ നിങ്ങൾക്ക് ചെയ്യാം, നിങ്ങളുടെ ടൈമിനനുസരിച്ചായിട്ട് നിങ്ങൾക്ക് ചെയ്യാം. അപ്പോൾ ഫസ്റ്റ് ചെയ്യേണ്ട അതിന് വേണ്ടിയിട്ട് നിങ്ങൾ ആദ്യം HTML CSS പഠിക്കണം. ഈ പബ്ലിക് വെബ്സൈറ്റ് ക്ലോൺ ചെയ്യാൻ മീൻസ് എന്ത് ചെയ്യുക, നിങ്ങൾ ഗിറ്റബിൽ നിന്നോ അല്ലെങ്കിൽ നിങ്ങൾക്ക് അറിയില്ല, ഫസ്റ്റ് ടൈം ആവുന്ന ടൈമിൽ നിങ്ങൾക്ക് അറിയില്ല എങ്ങനെയാണ് ചെയ്യുക എന്നുള്ളത്. അപ്പോൾ അതുകൊണ്ട് നിങ്ങൾ എന്ത് ചെയ്യണം, HTML CSS പഠിക്കണം. അപ്പോൾ HTML CSS പഠിക്കാൻ പറ്റിയ ചാനൽ എന്ന് പറയുന്നത് സൂപ്പർ സിമ്പിൾ ഡെവിൻ്റെ. അതിനകത്ത് നിങ്ങൾ എന്ത് ചെയ്യുക, ജസ്റ്റ് ഒന്ന് യൂട്യൂബിനകത്ത് സെർച്ച് ചെയ്ത് നോക്കിയാൽ, അല്ലെങ്കിൽ ഞാൻ എന്ത് ചെയ്യുക, ലിങ്ക്സ് കൊടുക്കാം. നിങ്ങൾക്ക് ഏതിൻ്റെയാണ് ചാനലിൻ്റെ നെയിം അറിയാത്തുണ്ടെങ്കിൽ ഞാൻ എന്ത് ചെയ്യുക, താഴെ കൊടുക്കാം. ഇപ്പോൾ സൂപ്പർ സിമ്പിൾ ഡെവിൻ്റെ നോക്കിക്കഴിഞ്ഞാൽ അതിനകത്ത് HTML CSSൻ്റെ എന്തുണ്ടാവും, ഫുൾ ട്യൂട്ടോറിയൽ ഉണ്ടാവും. യൂട്യൂബിനകത്ത് തന്നെ ഫ്രീ ആയിട്ടുള്ള ഫുൾ കോഴ്സ് ഉണ്ട്. അപ്പോൾ അത് നോക്കിയിട്ട് പഠിക്കുക. അതൊരു 6 hour അതിന് കൂടുതലുണ്ട്. അപ്പോൾ അത് നോക്കി പഠിച്ചാൽ മതി. നെക്സ്റ്റ് വരുന്ന അതുപോലെ തന്നെ ബ്രോക്കോഡിൻ്റെ ഉണ്ട്, ഒരു 4 hour വരുന്ന ഒരു ഫുൾ കംപ്ലീറ്റ് ട്യൂട്ടോറിയൽ ഉണ്ട്. അപ്പോൾ അതിനകത്ത് നിന്ന് നിങ്ങൾക്ക് ഏതാണ് നിങ്ങൾക്ക് മനസ്സിലാവുന്നത്, അതുപോലെ തന്നെ നിങ്ങൾക്ക് ഏത് വീഡിയോ കാണുമ്പോഴാണ് പെട്ടെന്ന് മനസ്സിലാവുന്നതെങ്കിൽ അത് കണ്ടിട്ട് പഠിക്കാം. ഓക്കെ, ഇപ്പോൾ നമ്മൾ എന്ത് ചെയ്തു, HTML CSS പഠിച്ചു. അതൊരു 1 week ഒക്കെ എടുത്തിട്ട് എന്ത് ചെയ്യുക, നിങ്ങൾ മാക്സിമം എന്ത് ചെയ്യുക, ട്രൈ ഔട്ട് ചെയ്ത് പഠിക്കാൻ നോക്കുക. അത് കഴിഞ്ഞാൽ പിന്നെ വരുന്നതെന്ന് പറയുന്നത് വെബ് ഡിസൈനിങ് ആണ്. വെബ് ഡിസൈനിങ് നമ്മൾ ചെയ്യുന്ന ടൈമിൽ നമ്മൾ ആദ്യം ഇപ്പോൾ HTML CSS പഠിച്ചു കഴിഞ്ഞ് ഇനി നമുക്ക് വേണ്ട എന്താണ്, ജാവാസ്ക്രിപ്റ്റ് വേണം, അതുപോലെ തന്നെ ബൂട്ട്സ്ട്രാപ്പ്. നമ്മൾ മേൺ സ്റ്റാക്കിൻ്റെ കാര്യമാണ് പറയുന്നത്. അപ്പോൾ അതുകൊണ്ട് ജാവാസ്ക്രിപ്റ്റ് അതിലെ മെയിനായിട്ടുള്ളതാണ്. ഓക്കെ, ലാംഗ്വേജ് എന്ന് പറയുന്നത്. അപ്പം അതിനകത്ത് ബൂട്ട്സ്ട്രാപ്പ് പഠിക്കണം. ഇപ്പോൾ ഈ ജാവാസ്ക്രിപ്റ്റ് പഠിക്കുന്ന ടൈമിൽ തന്നെ നമുക്ക് ഏതൊക്കെ ചാനലിനകത്താണ് നോക്കാൻ പറ്റുക, ഫ്രീ കോഡ് ക്യാമ്പ് എന്ന് പറഞ്ഞിട്ട് എന്തുണ്ട്, ഒരു യൂട്യൂബ് ചാനലുണ്ട്. അതിനകത്ത് ഒരു വീഡിയോ ഉണ്ട്. അത് ഏകദേശം ഒരുപാട് വർഷങ്ങൾക്ക് മുമ്പ് അപ്ലോഡ് ചെയ്ത വീഡിയോ ആണ്. ഒരു 6 years ഒക്കെ മുമ്പ് അപ്ലോഡ് ചെയ്ത വീഡിയോ ആണ്. അപ്പോൾ അത് തന്നെ വാച്ച് ചെയ്ത് കഴിഞ്ഞാലും കുഴപ്പമൊന്നുമില്ല. കാരണം എന്താണ്, ജാവാസ്ക്രിപ്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് അതിൻ്റെ ആ ഒരു ബേസിക്, ആ ഒരു വേർഷനും കാര്യങ്ങളൊക്കെ എന്ത് ചെയ്യുക, അതിൻ്റെ ബേസിക് പഠിച്ചു കഴിഞ്ഞാൽ പിന്നെ നമ്മളിപ്പം
എന്ത് ചെയ്യുക, കൂടുതൽ ജാവാസ്ക്രിപ്റ്റ് അല്ല ഞാനൊക്കെ ചെയ്യുന്ന ടൈമിൽ ടൈപ്പ് സ്ക്രിപ്റ്റ് ഒക്കെ ആയിരിക്കും യൂസ് ചെയ്യുന്നത്. പക്ഷേ നിങ്ങൾ എന്ത് ചെയ്യണം, ഫസ്റ്റ് ടൈം പഠിക്കുന്ന ടൈമിൽ ജാവാസ്ക്രിപ്റ്റ് ഒക്കെ വേണം പഠിച്ചിട്ട് വരാൻ. ഓക്കെ, നെക്സ്റ്റ് അതിനകത്ത് ഫ്രീ കോഡ് ക്യാമ്പിൻ്റെ ഒരു ട്യൂട്ടോറിയൽ ഉണ്ട്. അതുപോലെ തന്നെ പ്രോഗ്രാമിംഗ് വിത്ത് മോഷിൻ്റെ എന്തുണ്ട്, ഒരു ചാനലുണ്ട്. അതിനകത്തുണ്ട് എന്ത്, ജാവാസ്ക്രിപ്റ്റിൻ്റെ ഒരു ഫുൾ കോഴ്സ് ഉണ്ട്. അപ്പോൾ അത് എന്ത് ചെയ്യുക, അതിലേതെങ്കിലും ഒന്ന് നിങ്ങൾക്ക് ഏതാണ് ബെറ്റർ എന്ന് നോക്കുക, അത് പഠിച്ചാൽ മതി. ഓക്കെ, നെക്സ്റ്റ് വരുന്ന അതിൽ തന്നെ സൂപ്പർ സിമ്പിൾ ഡെവലപ്മെൻ്റ് അടുത്തും എന്തുണ്ട്, ആ ഒരു ചാനലിനകത്തുണ്ട് ജാവാസ്ക്രിപ്റ്റിൻ്റെ ഒരു ഫുൾ കോഴ്സ് എന്ന് പറയുന്നത്. അപ്പോൾ അതിനകത്ത് അത് ഏകദേശം അത്യാവശ്യം കുറച്ച് ലെങ്തി ആയിട്ടുള്ള വീഡിയോ ആണ്, ഒരു 22 മണിക്കൂറിലധികമൊക്കെ ഉണ്ട്. അത് ആ വീഡിയോ നിങ്ങൾക്ക് നോക്കാം. അതുപോലെ തന്നെ കുറച്ചും കൂടി ഡീറ്റെയിൽ ആയിട്ട് പിന്നെ കുറച്ചും കൂടി ഇൻട്രസ്റ്റിംഗ് ആയിട്ട് നിങ്ങൾക്ക് പഠിക്കാൻ പറ്റിയൊരു ചാനലാണ് അക്ഷയ് സൈനിൻ്റെ. അതിനകത്ത് നമസ്തേ ജാവാസ്ക്രിപ്റ്റ് എന്ന് പറഞ്ഞിട്ടൊരു പ്ലേലിസ്റ്റ് ഉണ്ട്. അപ്പം അത് നോക്കിയിട്ട് നിങ്ങൾക്ക് പഠിക്കാൻ പറ്റും. പിന്നെ വരുന്നതെന്ന് പറയുന്നത് നമുക്ക് HTML, CSS, ജാവാസ്ക്രിപ്റ്റ്, ബൂട്ട്സ്ട്രാപ്പ്, ഇതൊക്കെ വെച്ചിട്ട് ബൂട്ട്സ്ട്രാപ്പും അതുപോലെ തന്നെ നിങ്ങൾ ജസ്റ്റ് എന്ത് ചെയ്യുക, യൂട്യൂബിനകത്ത് നോക്കി കഴിഞ്ഞാൽ നമുക്ക് ഒരു ചാനലിനകത്ത് നോക്കിയിട്ട് ബൂട്ട്സ്ട്രാപ്പിൻ്റെ എന്ത് ചെയ്യുക, കംപ്ലീറ്റ് ഒരു ട്യൂട്ടോറിയലും കാര്യങ്ങളൊക്കെ ഒന്ന് ഫില്ലാക്കുക. അപ്പോൾ ബൂട്ട്സ്ട്രാപ്പിൻ്റെ പറയുമ്പോൾ ഒരുപാട് ഡീറ്റെയിൽ ഒന്നുമില്ല, ജസ്റ്റ് ആ ഒരു ഡോക്യുമെൻറ്റേഷൻ നോക്കി കഴിഞ്ഞാൽ തന്നെ കുറേ കാര്യങ്ങൾ നിങ്ങൾക്ക് മനസ്സിലാവും. ഓക്കെ, അത് കഴിഞ്ഞിട്ട് നമ്മളിപ്പോൾ പറഞ്ഞ HTML, CSS, ജാവാസ്ക്രിപ്റ്റ്, ബൂട്ട്സ്ട്രാപ്പ്, ഇത് വെച്ചിട്ട് എന്ത് ചെയ്യുക, നമ്മൾ ഒരു ഫുള്ളി റെസ്പോൺസീവ് ആയിട്ടുള്ള ഒരു പബ്ലിക് വെബ്സൈറ്റ് ക്രിയേറ്റ് ചെയ്യുക. ഓക്കെ, അത് നമ്മൾ എന്ത് ചെയ്യുക, സ്വന്തമായിട്ട് തന്നെ വേണം ക്രിയേറ്റ് ചെയ്യാൻ. അതുകൊണ്ട് ഞാൻ വീഡിയോസോ അല്ലെങ്കിൽ റിസോഴ്സോ അതൊന്നും പറയുന്നില്ല. നിങ്ങൾ എന്ത് ചെയ്യുക, ഏതെങ്കിലും നിങ്ങൾക്ക് വേണമെങ്കിൽ എന്ത് ചെയ്യാം, ഒരു നോക്കിയിട്ട് വീഡിയോ ഒക്കെ കണ്ടിട്ടൊക്കെ ചെയ്യാം. പക്ഷേ എന്ത് ചെയ്യാം, മാക്സിമം സ്വന്തം തന്നെ ചെയ്യാൻ നോക്കുക. കാരണം നിങ്ങൾ ഓൾറെഡി പഠിച്ചു കഴിഞ്ഞല്ലോ, HTML, CSS ഒക്കെ പഠിച്ചു കഴിഞ്ഞു, ജാവാസ്ക്രിപ്റ്റും പഠിച്ചു കഴിഞ്ഞ്. അപ്പോൾ നിങ്ങൾക്ക് എന്ത് ചെയ്യുക, സ്വന്തമായിട്ട് തന്നെ ഉണ്ടാക്കാൻ പറ്റും. ഓക്കെ, നെക്സ്റ്റ് പിന്നെ നിങ്ങൾ ചെയ്യേണ്ടതെന്ന് പറയുന്നത് നിങ്ങൾ തന്നെ ഒരു പോർട്ട്ഫോളിയോ ഉണ്ടാക്കാം. അപ്പോൾ നിങ്ങൾ ഇത്രയും പഠിച്ചു, അപ്പോൾ നിങ്ങളുടെ സ്കില്ലൊക്കെ അതിനകത്ത് ആഡ് ചെയ്ത് കൊടുക്കാം. അതുപോലെ തന്നെ നിങ്ങളുടെ പ്രൊഫൈൽ പിക്ചർ, അതുപോലെ തന്നെ അങ്ങനെ നിങ്ങളുടെ പേഴ്സണലായിട്ടുള്ള കുറച്ച് കാര്യങ്ങളും ഡീറ്റെയിൽസ്, കോൺടാക്ട് ഡീറ്റെയിൽസ് അങ്ങനത്തെ ഒക്കെ ആഡ് ചെയ്തുകൊണ്ടുള്ള ഒരു പോർട്ട്ഫോളിയോ ക്രിയേറ്റ് ചെയ്യാണ് ചെയ്യേണ്ടത്. അപ്പോൾ അതും ഇതുപോലെ തന്നെ എന്ത് ചെയ്യുക, ഫുള്ളി റെസ്പോൺസീവ് ആകണം. അതുപോലെ തന്നെ അതിനകത്ത് വാലിഡേഷൻ ആഡ് ചെയ്ത് കൊടുക്കണം. വാലിഡേഷൻ എന്ന് പറയുന്നത് ഏത് ടൈമിൽ നമുക്ക് കോൺടാക്ട് പേജ് നമുക്ക് ആഡ് ചെയ്ത് കൊടുക്കാൻ പറ്റും. ഞാൻ നേരത്തെ എൻ്റെ ഒരു പോർട്ട്ഫോളിയോൻ്റെ വീഡിയോ ഞാൻ കാണിച്ചു തന്നിട്ടുണ്ടായിരുന്നു. അതിനകത്ത് ഞാനൊരു ഇമെയിൽ JS ഒക്കെ യൂസ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് എന്ത് ചെയ്യുക, നിങ്ങളുടെ സ്വന്തമായിട്ട് എന്ത് ചെയ്യുക, ഒരു ഇമെയിലൊക്കെ നമുക്ക് അയക്കുന്ന രീതിയിലൊക്കെ വേണമെങ്കിൽ ചെയ്യാം. അല്ലെങ്കിൽ എന്ത് ചെയ്യുക, വാലിഡേഷനും കാര്യങ്ങളൊക്കെ ഒന്ന് കൊടുക്കാം. ഓക്കെ, ഫുള്ളി റെസ്പോൺസീവ് ആക്കിയിട്ട് ചെയ്യാം. നെക്സ്റ്റ് അതുപോലെ തന്നെ അതിനകത്ത് താഴെ നമുക്ക് കുറച്ച് കാര്യങ്ങൾ കൂടി കൊടുക്കണം. നിങ്ങൾക്ക് ലിങ്ക്സ് ഒക്കെ നിങ്ങൾ പഠിച്ചിട്ടുണ്ടാവും, ആട്രിബ്യൂട്ട്സും കാര്യങ്ങളൊക്കെ. അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യുക, AirTag ഒക്കെ യൂസ് ചെയ്യുക. അല്ലെങ്കിൽ അതുപോലെ തന്നെ എന്ത് ചെയ്യുക, സോഷ്യൽ മീഡിയ ലിങ്ക്സ് ഒക്കെ ആഡ് ചെയ്ത് കൊടുക്കാം. ഓക്കെ, അപ്പോൾ ഇതിന് വേണ്ടിയിട്ട് നിങ്ങൾക്ക് വേണമെങ്കിൽ പോർട്ട്ഫോളിയോ നിങ്ങൾ സ്വന്തമായിട്ട് തന്നെ ബേസിക് മുതൽ ക്രിയേറ്റ് ചെയ്യേണ്ട ആവശ്യമില്ല. നിങ്ങൾക്ക് വേണമെങ്കിൽ എന്ത് ചെയ്യുക, തീം ഫോറസ്റ്റ് അതുപോലെ തന്നെ തീം വാഗൺ എന്നൊക്കെ എന്ത് ചെയ്യാൻ പറ്റും, നിങ്ങൾക്ക് ഇതുപോലെ പോർട്ട്ഫോളിയോൻ്റെ ഒക്കെ ടെംപ്ലേറ്റ് എടുത്തിട്ട് ചെയ്യാനായിട്ട് പറ്റും. അപ്പം അത് ജസ്റ്റ് ഗൂഗിളിനകത്ത് സെർച്ച് ചെയ്താൽ മതി, തീം ഫോറസ്റ്റ് അതുപോലെ തന്നെ തീം വാഗൺ എന്നൊക്കെ സെർച്ച് ചെയ്താൽ മതി. ഓക്കെ, നെക്സ്റ്റ് വരുന്നത് നമ്മൾ എന്ത് ചെയ്യണം, ഇപ്പോൾ വെബ് ഡിസൈനിങ് നമ്മൾ ചെയ്ത് കഴിഞ്ഞ് അപ്പോൾ നെക്സ്റ്റ് ചെയ്യാൻ വേണ്ടി വെബ് ഡെവലപ്മെൻറ്റ് ചെയ്യാം. വെബ് ഡെവലപ്മെൻറ്റ് നമ്മൾ എന്ത് ചെയ്യണം, കുറച്ചും കൂടി ബാക്ക് എൻഡ് കൂടി പഠിക്കണം. ഇപ്പോൾ നമ്മൾ കൂടുതൽ എന്താണ് ഫ്രണ്ട് എൻഡ് കാര്യങ്ങൾ HTML, CSS അതുപോലെ തന്നെ ജാവാസ്ക്രിപ്റ്റ് കാര്യങ്ങളൊക്കെയാണ് നോക്കിയത്. ഇനി നമ്മൾ എന്ത് ചെയ്യണം, Node.js അതുപോലെ തന്നെ എക്സ്പ്രസ്, ഇത് നമ്മൾ ഒന്ന് ഡീറ്റെയിൽ ആയിട്ട് പഠിക്കുക. അപ്പം അതിൻ്റെ കൂടെ എന്ത് ചെയ്യാം, ഇപ്പം ഇതിൻ്റെ വേണമെങ്കിൽ എന്ത് ചെയ്യുക, ഞാൻ യൂട്യൂബ് ചാനൽ കാര്യങ്ങളൊക്കെ ഞാൻ എന്ത് ചെയ്യുക, വേണമെങ്കിൽ ഡിസ്ക്രിപ്ഷനകത്ത് കൊടുക്കാം. അല്ലെങ്കിൽ നിങ്ങൾ ജസ്റ്റ് കമൻറ്റ് ചെയ്ത് ചോദിക്കുക ഏതിൻ്റെയാണ് സ്പെസിഫിക് ആയിട്ട് വേണ്ടതെന്ന്. ഓക്കെ, ഇവിടെ നിങ്ങൾ ചെയ്യേണ്ടത് HTML അതുപോലെ തന്നെ CSS ഒക്കെ എന്ത് ചെയ്യണം, നമ്മൾ ഫ്രണ്ട് എൻഡ് ചെയ്ത് കഴിഞ്ഞാൽ അത് ബാക്ക് എൻഡുമായിട്ട് കണക്ട് ചെയ്യണം. ഓക്കെ, എന്നിട്ട് അതുപോലെ തന്നെ ഫ്രണ്ട് എൻഡിൽ നമ്മൾ എന്തൊക്കെ ചെയ്യണം, ഒരു ലോഗിൻ പേജ് ക്രിയേറ്റ് ചെയ്യുക. അതുപോലെ തന്നെ ഒരു ഹോം പേജ് ക്രിയേറ്റ് ചെയ്യുക. ഇനി ഈ ലോഗിൻ പേജിനകത്ത് തന്നെ എന്ത് ചെയ്യണം, നമുക്ക് കുറച്ച് ലോഗൗട്ട് അതുപോലെ തന്നെ യൂസർ പ്രൊഫൈല്, പിന്നെ നാബാർ, ഇതൊക്കെ ഹോം പേജിനകത്ത് കൊടുക്കണം നമ്മൾ. ഓക്കെ, ഹോം പേജ് ഒന്നും കൂടി ലോഗിന് എന്തൊക്കെ ആക്കണം, നമ്മൾ മാക്സിമം സെക്യൂർ ആക്കാൻ വേണ്ടിയിട്ട് നോക്കുക. ഇതിനകത്ത് ഡാറ്റാബേസും കാര്യങ്ങളൊന്നുമില്ല, അത് നമ്മൾ നെക്സ്റ്റ് വരുന്ന കാര്യങ്ങളാണ്. ഓക്കെ, ഇനി നമ്മൾ ഇവിടെ നേരത്തെ പറഞ്ഞതിനകത്ത് എങ്ങനെ യൂസ് ചെയ്താൽ മതി, പ്രീ ഡിഫൈൻ ആയിട്ടുള്ള ഡാറ്റ യൂസ് ചെയ്താൽ മതി. അതായത് ഇപ്പം പറയുകയാണെങ്കിൽ ഇമെയിലും അതുപോലെ തന്നെ പാസ്വേഡൊക്കെ പ്രീഡിഫൈൻ ആയിട്ട് കൊടുക്കാവുന്ന, വേണമെങ്കിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, ഒരു .env ഫയൽ ക്രിയേറ്റ് ചെയ്തിട്ട് അതിനകത്ത് കൊടുത്തിട്ട് യൂസ് ചെയ്യാം. അല്ലെങ്കിൽ ഡയറക്റ്റ് ആയിട്ട് യൂസ് ചെയ്യുന്നതുകൊണ്ട് കുഴപ്പമില്ല, ബേസിക് നിങ്ങൾ പഠിക്കുന്ന ടൈമിൽ. നെക്സ്റ്റ് നമുക്ക് എന്ത് ചെയ്യുക, MongoDB ആണ് നോക്കാൻ പോകുന്നത്. നമ്മുടെ ഡാറ്റാബേസ് എന്ന് പറയുന്നത് എന്ത് ചെയ്യുക, നമുക്ക് ഒരു NoSQL ആയിട്ടുള്ള ഡാറ്റാബേസ് പഠിക്കാം ഫസ്റ്റ്. ഇതിനകത്ത് MongoDB നോക്കുന്ന ടൈമിൽ എന്ത് ചെയ്യാം, നമുക്ക് നമ്മുടെ യൂട്യൂബ് ചാനലിനകത്ത് തന്നെ എന്ത് ചെയ്തിട്ടുണ്ട്, നമ്മൾ
അതിൻ്റെ ഇൻസ്റ്റാളേഷനും അതുപോലെ തന്നെ കംപ്ലീറ്റ് ആയിട്ടുള്ള ഒരു ട്യൂട്ടോറിയൽ നമ്മൾ ചെയ്തിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് കോഡ് കോഡേഴ്സ് എന്ന് പറഞ്ഞ യൂട്യൂബ് ചാനലിനകത്ത് പോയിട്ട് നിങ്ങൾക്ക് എന്ത് ചെയ്യാം, അതിൻ്റെ പ്ലേലിസ്റ്റ് നോക്കിക്കഴിഞ്ഞാൽ നമ്മുടെ ചാനലിൻ്റെ പ്ലേലിസ്റ്റ് നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് ആ ഒരു 2 വീഡിയോ ഞാൻ അതിനകത്ത് കൊടുത്തിട്ടുണ്ട്. ഒരു ഫുൾ ട്യൂട്ടോറിയൽ ഉണ്ട് അതിനകത്ത് ബേസിക്. അപ്പോൾ അത് മലയാളത്തിലാണ്, അതുകൊണ്ട് നിങ്ങൾക്കത് ഈസി ആയിട്ട് തന്നെ മനസ്സിലാവും. നെക്സ്റ്റ് വരുന്നത് എന്താണ്, ഇതിൻ്റെ ഇൻസ്റ്റാളേഷൻ പ്രോസസ്സും കാര്യങ്ങളൊക്കെ അതിനകത്ത് നിന്ന് തന്നെ കംപ്ലീറ്റ് ചെയ്യാം. ഇത് കഴിഞ്ഞാൽ പിന്നെ നിങ്ങൾ ചെയ്യേണ്ടത് MongoDBൻ്റെ കുറച്ചും കൂടി അഡ്വാൻസ്ഡ് ആയിട്ടുള്ള അഗ്രിഗേഷൻ മെത്തേഡ്സ് ഉണ്ട്. അപ്പോൾ അതിൻ്റെ വീഡിയോ നമുക്ക് ചെയ്യാനായിട്ട് ടൈം ഉണ്ടായിട്ടില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ ഒരു വീഡിയോനകത്ത് നിങ്ങൾക്ക് ഏത് വീഡിയോ അല്ലെങ്കിൽ ഏത് പ്ലേലിസ്റ്റ് കണ്ടിട്ട് നിങ്ങൾക്ക് പഠിക്കാം എന്നുള്ളത് കൂടെ പറഞ്ഞുതരാം. ഓക്കെ, നെക്സ്റ്റ് ടൈം നമ്മളതിൻ്റെ ബാക്കി ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, നമ്മുടെ ചാനലിനകത്ത് നിന്ന് തന്നെ പഠിക്കാം. അതിന് വേണ്ടിയിട്ട് ബോഗ്ഡാൻ സ്റ്റാഷ്യുക്കിൻ്റെ എന്തുണ്ട്, ഒരു 45 വീഡിയോസ് ഉണ്ട്. അപ്പോൾ അത് എന്ത് ചെയ്യുക, ആ ഒരു ചാനൽ വേണമെങ്കിൽ ഞാൻ എന്ത് ചെയ്യാം, നിങ്ങൾക്ക് നെയിംസോ ഒക്കെ വേണമെങ്കിൽ ഞാൻ എന്ത് ചെയ്യാം അവിടെ ജസ്റ്റ് ഒന്ന് കാണിക്കാം. അതിനകത്തൊരു 45 വീഡിയോസ് ഉണ്ട്, പക്ഷേ അതൊക്കെ ചെറിയ ചെറിയ വീഡിയോസാണ്. അപ്പോൾ അതുകൊണ്ട് അത് സിമ്പിളായിട്ട് തന്നെ നിങ്ങൾക്ക് പഠിക്കാൻ പറ്റും. അത് കഴിഞ്ഞാൽ പിന്നെ നമ്മൾ വെബ് ഡെവലപ്മെൻറ്റിൻ്റെ കാര്യങ്ങൾ കൂടുതൽ ചെയ്യാൻ പറ്റും. അപ്പോൾ അതിന് വേണ്ടിയിട്ട് വെബ് ആപ്ലിക്കേഷൻ ക്രിയേറ്റ് ചെയ്യണം. അതിന് നമ്മൾ ഫസ്റ്റ് എന്താ ചെയ്യേണ്ടത്, ഒരു ലോഗിൻ പേജ് ക്രിയേറ്റ് ചെയ്യുക. അതുപോലെ തന്നെ ലോഗിൻ പേജ് മാത്രം പോരാ, നമുക്ക് എന്ത് ചെയ്യണം, ഒരു സൈനപ്പ് വേണം, അതുപോലെ തന്നെ ഹോം പേജ് വേണം. ഇതിനകത്ത് എന്ത് ചെയ്യുക, യൂസറിൻ്റെ ഡാറ്റയൊക്കെ സ്റ്റോർ ചെയ്യണം. അതുപോലെ തന്നെ ഡാറ്റാബേസ്, അതുപോലെ തന്നെ ലോഗിൻ, വാലിഡേഷൻ, ഇങ്ങനത്തെ കാര്യങ്ങൾ. കാരണം നമ്മളെല്ലാം പഠിച്ചു കഴിഞ്ഞ് MongoDB എല്ലാം നോക്കിക്കഴിഞ്ഞ്, അപ്പോൾ അതുകൊണ്ട് നമുക്ക് ഈ ഒരു കാര്യങ്ങളൊക്കെ ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ള ഒരു കാര്യമാണ് നമ്മൾ ചെയ്യാൻ വേണ്ടിയിട്ട്. അതുപോലെ തന്നെ ഒരു അഡ്മിൻ്റെ പേജ് ക്രിയേറ്റ് ചെയ്യുക. അതുപോലെ തന്നെ അഡ്മിനെ ഒരു ലോഗിൻ ക്രിയേറ്റ് ചെയ്യാം. ലോഗിൻ എന്ത് ചെയ്യണം, വാലിഡേഷനൊക്കെ സ്ട്രിക്റ്റ്ലി വാലിഡേഷൻ കാര്യങ്ങളൊക്കെ കൊടുക്കുക. നമുക്ക് എന്ത് ചെയ്യുക, എത്ര ലെറ്റേഴ്സ്, അതുപോലെ തന്നെ ആൽഫബറ്റ്, നമ്പേഴ്സ്, അതുപോലെ തന്നെ അങ്ങനത്തെ കാര്യങ്ങളൊക്കെ കുറച്ച് എന്ത് ചെയ്യുക, കുറച്ച് സ്ട്രിക്റ്റ് ആയിട്ട് കൊടുക്കുന്ന വാലിഡേഷൻ കൂടി ആഡ് ചെയ്യുക. ജാവാസ്ക്രിപ്റ്റ് വെച്ചിട്ട് ചെയ്താൽ മതി. നെക്സ്റ്റ് എന്ത് ചെയ്യാം, നിങ്ങൾ അഡ്മിന് എന്ത് ചെയ്യണം, യൂസേഴ്സിനെ എഡിറ്റ് ചെയ്യാൻ, അതുപോലെ തന്നെ ക്രിയേറ്റ് ചെയ്യാൻ, ഡിലീറ്റ് ചെയ്യാൻ, അങ്ങനത്തെ ഓപ്ഷൻസ് ഒക്കെ കൊടുക്കാം. അതുപോലെ തന്നെ പ്രൊഫൈൽ ഇമേജ് വേണമെങ്കിൽ ആഡ് ചെയ്യാനുള്ള ഓപ്ഷൻ കൊടുക്കാം. അതുപോലെ തന്നെ പ്രൊഫൈൽ ഇമേജ് ഡിലീറ്റ് ചെയ്യാൻ, അതുപോലെ തന്നെ അപ്ഡേറ്റ് ചെയ്യുക, അങ്ങനത്തെ ഓപ്ഷൻസ് ഒക്കെ കൊടുക്കാം. ഓക്കെ, നെക്സ്റ്റ് അതുപോലെ തന്നെ നിങ്ങൾ ചെയ്യേണ്ട വേറൊരു കാര്യം എന്ന് പറഞ്ഞാൽ സെഷനും കുക്കി എന്ത് ചെയ്യുക, പ്രോപ്പറായിട്ട് തന്നെ ഹാൻഡിൽ ചെയ്യണം. സെഷനും കുക്കി എന്താണെന്ന് അറിയാത്തവർക്ക് വേണ്ടിയിട്ട് എന്ത് ചെയ്യുക, മലയാളത്തിൽ വളരെ സിമ്പിളായിട്ട് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് ടിൻഡു വ്ളോഗറിൻ്റെ എന്തുണ്ട്, ഒരു യൂട്യൂബ് ചാനലിനകത്തൊരു വീഡിയോ ഉണ്ട്. ടിൻഡു വ്ളോഗറിൻ്റെ ജസ്റ്റ് എന്ത് ചെയ്താൽ മതി, സെഷൻ കുക്കി എന്ന് അടിച്ച് എൻ്റർ ചെയ്ത് കഴിഞ്ഞാൽ തന്നെ അപ്പം തന്നെ വരും, അത് മലയാളം എന്ന് കൊടുത്തു കഴിഞ്ഞാൽ. ഓക്കെ, അത് കണ്ടു കഴിഞ്ഞാൽ സിമ്പിളായിട്ട് തന്നെ മനസ്സിലാവും. നല്ല ആനിമേഷനൊക്കെ വെച്ചിട്ട് അതിനകത്ത് കൊടുക്കുന്നുണ്ട്. പക്ഷേ കോഡും കാര്യങ്ങളും ഉണ്ട്, ജസ്റ്റ് എനിക്ക് ഓർമ്മയില്ല. പക്ഷെ അതിനകത്ത് എന്ത് ചെയ്തിട്ടുണ്ടായിരുന്നു, ഡീറ്റെയിൽ ആയിട്ട് തന്നെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഓക്കെ, നെക്സ്റ്റ് വരുന്നതെന്ന് പറയുന്നത് പോസ്റ്റ്മാൻ ആണ്. പോസ്റ്റ്മാൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾക്ക് സിമ്പിളായിട്ട് തന്നെ എന്ത് ചെയ്യുക, API ടെസ്റ്റിങ് കാര്യങ്ങളൊക്കെ ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ടൂളാണ്. അപ്പം അത് യൂസ് ചെയ്തിട്ട് എന്ത് ചെയ്യുക, നിങ്ങൾക്ക് പോസ്റ്റ്മാൻ എന്ത് ചെയ്യുക, നിങ്ങൾ അറിഞ്ഞിരിക്കേണ്ടതാണ്. കാരണം നിങ്ങളിപ്പോൾ ഒരു ബാക്ക് എൻഡ് ഡെവലപ്പറോ അല്ലെങ്കിൽ അതിനെക്കുറിച്ച് നിങ്ങൾ ബാക്ക് എൻഡ് ആപ്ലിക്കേഷനൊക്കെ ഡെവലപ്പ് ചെയ്യുന്ന ടൈമിൽ നിങ്ങൾക്ക് API ടെസ്റ്റ് ചെയ്യാൻ പറ്റുന്ന, വളരെ സിമ്പിളായിട്ട് തന്നെ ടെസ്റ്റ് ചെയ്യാൻ പറ്റും പോസ്റ്റ്മാൻ യൂസ് ചെയ്തിട്ട്. പിന്നെ നെക്സ്റ്റ് നമ്മൾ ചെയ്യേണ്ടതെന്ന് പറയുന്നത് എന്ത് ചെയ്യുക, ഒരു ഫുള്ളി ഇ-കൊമേഴ്സ് ഓപ്ഷൻ ഡെവലപ്പ് ചെയ്യുക എന്നുള്ളതാണ്. അതിന് വേണ്ടിയിട്ട് നിങ്ങൾക്ക് 2 രീതിയിൽ ചെയ്യാം. ഒന്ന്, ഫ്രണ്ട് എൻഡും എല്ലാം എന്ത് ചെയ്യുക, കംപ്ലീറ്റ് നിങ്ങൾ തന്നെ ചെയ്യുന്ന രീതിയിൽ ചെയ്യാം. അല്ലെങ്കിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, ഇപ്പോൾ ഇതിൻ്റെ ഫ്രണ്ട് എൻഡ് നിങ്ങൾക്ക് എന്ത് ചെയ്യുക, തീം ഫോറസ്റ്റ് എന്നോ അല്ലെങ്കിൽ നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ തീം വാഗൺ, അല്ലെങ്കിൽ ജസ്റ്റ് ഗൂഗിളിനകത്ത് സെർച്ച് ചെയ്ത് കഴിഞ്ഞാൽ എവിടെ കിട്ടും. അതിനകത്ത് നിന്ന് നിങ്ങൾക്ക് എന്ത് ചെയ്യുക, ആ ഒരു ടെംപ്ലേറ്റ് ഡൗൺലോഡ് ചെയ്യുക. എന്നിട്ട് ഫ്രണ്ട് എൻഡിനെ എന്ത് ചെയ്താൽ മതി, കണക്ട് ചെയ്ത് കൊടുത്താൽ മതി. അവിടെ നിങ്ങൾ ചെയ്യേണ്ടതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഫ്രണ്ട് എൻഡിൽ നിങ്ങൾക്ക് ലോഗിന്, അതുപോലെ തന്നെ സൈനപ്പ്, ഇമെയിൽ, OTP വെരിഫിക്കേഷന്, ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ കൊടുക്കാൻ പറ്റും. അതുപോലെ തന്നെ നെക്സ്റ്റ് ഈ ഒരു OTP വെരിഫിക്കേഷനൊക്കെ വേണമെങ്കിൽ നിങ്ങൾക്ക് നോഡ് മെയിലർ ഉണ്ട്. അതുപോലെ തന്നെ ഫോൺ നമ്പർ വെച്ചിട്ട് എന്ത് ചെയ്യാൻ പറ്റും, OTP വെരിഫിക്കേഷൻ ചെയ്യാൻ പറ്റും. അതിന് വേണ്ടി നിങ്ങൾക്ക് എന്ത് ചെയ്യുക, ട്വിളിയ യൂസ് ചെയ്യാൻ പറ്റും. ഓക്കെ, ഇത്രയും കാര്യങ്ങളൊക്കെ ചെയ്യാം. പിന്നെ വേണ്ടത് എന്ത് ചെയ്യുക, യൂസറിൻ്റെ അതുപോലെ തന്നെ ഒരു അഡ്മിന്, പ്രൊഡക്ട്സ്, ഇതൊക്കെ വരുന്ന മോഡൽസ് ക്രിയേറ്റ് ചെയ്യണം. അതായത് ഡാറ്റാബേസിനകത്ത് മോഡൽ ക്രിയേറ്റ് ചെയ്യുക. പിന്നെ വേണ്ടത് എന്ത് ചെയ്യാം, നിങ്ങൾക്ക് യൂസർ സൈഡ് പ്രൊഡക്ട്സ്, അതുപോലെ തന്നെ എല്ലാ പ്രൊഡക്ട്സും കാണിക്കണം. ഓക്കെ, അത് ഓൾറെഡി നിങ്ങൾ എടുത്തിട്ടുള്ള ടെംപ്ലേറ്റ്സിനകത്ത് ഉണ്ടാകും. അതുകൊണ്ട് നിങ്ങൾ എന്ത് ചെയ്യുക, ഇതിനൊക്കെ ഇനി നമ്മൾ എന്ത് ചെയ്യണം, ഡൈനാമിക് ആക്കുക കൂടി വേണം. ഓക്കെ, അപ്പോൾ നമുക്ക് എന്തൊക്കെ വേണം, കാർട്ട് നോക്കണം. അതിനകത്ത് കാർട്ടിലോട്ട് ആഡ് ചെയ്യാനുള്ള ഫീച്ചർ നമ്മൾ ആഡ് ചെയ്ത് കൊടുക്കണം. അതുപോലെ തന്നെ പിന്നെ ഒരു പ്രൊഡക്റ്റ് കാണിച്ചു കഴിഞ്ഞാൽ ആ ഒരു പ്രൊഡക്റ്റിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ അതിൻ്റെ തന്നെ ഒരു സിംഗിൾ പേജ് കാണിക്കുന്ന രീതിയിൽ. അതുപോലെ തന്നെ ഈ പ്രൊഡക്റ്റ് നമ്മൾ യൂസർ ഒന്ന് ആഡ് ചെയ്ത് കഴിഞ്ഞാൽ അത് ഇൻക്രിമെൻ്റ് ആകുന്നു, അതുപോലെ തന്നെ ഡിക്രിമെൻ്റ് ആകുന്നു.
അതുപോലെ തന്നെ ആ സെയിം ടൈം തന്നെ അതിൻ്റെ പേയ്മെൻറ്റ്സ് ആ ഒരു വാല്യൂ ഉണ്ടാവും, എമൗണ്ട് ഉണ്ടാവില്ലേ, അതുകൂടെ എന്ത് ചെയ്യുക മൈനസ് ആവുന്നതും അതുപോലെ തന്നെ അത് ഇൻക്രിമെൻ്റ് ആവുന്നതും ഡിക്രിമെൻ്റ് ആവുന്ന ആ ഒരു രീതിയിൽ എന്ത് ചെയ്യണം അത് കൊടുക്കണം. അതുപോലെ തന്നെ സെയിം ടൈം നമുക്ക് എന്ത് ചെയ്യണം അതിൻ്റെ കൗണ്ട് കൂടി ഹാൻഡിൽ ചെയ്യണം. എത്ര എണ്ണമാണ് 1 2 അതുപോലെ തന്നെ ഇൻക്രിമെൻറ്റിനും ഡിക്രിമെൻറ്റിനും അനുസരിച്ചിട്ട്. പിന്നെ അതുപോലെ തന്നെ നെക്സ്റ്റ് വരുന്നൊരു കാര്യം എന്ന് പറയുന്നത് പേജിനേഷൻ നമ്മൾ ആഡ് ചെയ്യണം. പേജിനേഷൻ എന്ന് പറയുമ്പം ഇപ്പോൾ നമുക്ക് ഒരുപാട് പ്രൊഡക്ട്സ് ഉണ്ടാവും. അപ്പോൾ ഒരുപാട് പ്രൊഡക്ട്സ് ഉണ്ടെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം കൂടുതൽ പേജസ് ഒക്കെ ആഡ് ചെയ്യണം. അപ്പോൾ ലെങ്ത് കൂടും, താഴെ ലെങ്ത് കൂടുന്നതിനനുസരിച്ച് നമ്മൾ എന്ത് ചെയ്യണം എത്ര പേജസ് ഉണ്ട്. അല്ലെങ്കിൽ അതിനകത്ത് വേറൊരു കാര്യം കൂടി ചെയ്യാൻ പറ്റും. നമ്മൾ ബാക്ക് എൻഡിൽ നിന്ന് ഫെച്ച് ചെയ്യുന്ന ടൈപ്പിൽ നമ്മൾ കംപ്ലീറ്റ് ഡാറ്റ എന്ത് ചെയ്യേണ്ട ആവശ്യമില്ല, ഈ യൂസറിൻ്റെ സൈഡിലോട്ട് എത്തിക്കേണ്ട ആവശ്യമില്ല. അപ്പം ഫസ്റ്റത്തെ ഒരു പേജ് ആണെങ്കിൽ എന്ത് ചെയ്യുക നമ്മൾ ആ ഒരു ഡീറ്റെയിൽസ് മാത്രമായിട്ട് കളക്ട് ചെയ്യുക. എന്നിട്ട് നെക്സ്റ്റ് സെക്കൻഡ് പേജിലോട്ട് വരുന്ന ടൈമിൽ അല്ലെങ്കിൽ തേർഡ് പേജ് ആ ഒരു പേജിനനുസരിച്ച് എന്ത് ചെയ്യാൻ പറ്റും നമുക്ക് ഫെച്ച് ചെയ്തെടുക്കാനായിട്ട് പറ്റും. അപ്പോൾ അത് കൊറിയനകത്തൊക്കെ കൊടുത്താൽ മതി. ഓക്കെ, അപ്പോൾ അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ചെയ്യുക. പിന്നെ വരുന്നത് എന്താണ് നമുക്ക് യൂസറിനെ എന്ത് ചെയ്യുക നമുക്ക് ഇമേജ് സൂമിങ് ഇവിടെ യൂസറിൻ്റെ സൈഡിൽ തന്നെ കേട്ടോ, യൂസറിൻ്റെ സൈഡിൽ വരുന്നതാണ് നമുക്ക് ഇമേജ് സൂമിങ്. അതെവിടെയാണ് ഇമേജ് സൂമിങ് വരുന്നതെന്ന് പറയുന്നത്? ഇപ്പോൾ നമ്മളൊരു സിംഗിൾ പ്രൊഡക്റ്റ് കാണിക്കുന്ന ടൈമിൽ എന്ത് ചെയ്യുക നിങ്ങൾ ആമസോണിനകത്തും അതുപോലെ തന്നെ ഫ്ലിപ്കാർട്ടിലൊക്കെ നോക്കിക്കഴിഞ്ഞാൽ കാണാം നമ്മളൊരു സിംഗിൾ പ്രൊഡക്റ്റ് എടുത്തു കഴിഞ്ഞാൽ അതിനെ സൂം ചെയ്ത് നോക്കാനായിട്ട് പറ്റും നമുക്ക്. ആ ഒരു രീതിയിലുള്ള ഫീച്ചർ നമ്മുടെ ആപ്പിനകത്തും കൊടുക്കാം. ഓക്കെ, നെക്സ്റ്റ് വരുന്നത് എന്താണ് നമുക്ക് ചെക്കൗട്ട് പേജ് വേണം. അപ്പോൾ നമ്മൾ കാർട്ടിലോട്ട് ആഡ് ചെയ്യാനുള്ള ഫീച്ചർ കൊടുക്കണം എന്ന് പറഞ്ഞു. അതുപോലെ തന്നെ നിങ്ങൾക്ക് വിഷ് ലിസ്റ്റ് ഒക്കെ വേണമെങ്കിൽ കൊടുക്കാം. ഓക്കെ, കാർട്ട് എന്തായാലും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യം തന്നെയാണ്. നെക്സ്റ്റ് വരുന്നത് ചെക്കൗട്ട് പേജ്. ചെക്കൗട്ട് പേജിനകത്ത് എന്താണ് പേയ്മെൻറ്റ് ഓപ്ഷൻ ഉണ്ടാവും, അതുപോലെ തന്നെ അഡ്രസ്സ് കൊടുക്കാനുള്ള ഓപ്ഷൻ ഉണ്ടാവും. ഇപ്പോൾ അഡ്രസ്സ് കൊടുക്കുന്ന ടൈമിൽ എന്ത് ചെയ്യുക യൂസറിന് ആഡ് ചെയ്യാനുള്ള ഓപ്ഷനും കൊടുക്കണം. അതുപോലെ തന്നെ ഓൾറെഡി ഒരു അഡ്രസ്സ് അവിടെ കൊടുത്തിട്ടുണ്ടെങ്കിൽ അതുപോലെ തന്നെ ഓൾറെഡി ഒരു അഡ്രസ്സ് ഉണ്ടെങ്കിൽ അത് സെലക്ട് ചെയ്താൽ മതി. അതല്ലെങ്കിൽ എന്ത് ചെയ്യുക അവിടെ തന്നെ പുതിയൊരു അഡ്രസ്സ് ആഡ് ചെയ്യാനുള്ള ഒരു ബട്ടൺ കൂടി കൊടുക്കുക. ഓക്കെ, നെക്സ്റ്റ് വരുന്നത് എന്താണ് പേയ്മെൻറ്റ് ഇൻറ്റഗ്രേഷൻ ചെയ്യണം. പേയ്മെൻറ്റ് ഇൻറ്റഗ്രേഷൻ നിങ്ങൾക്ക് എന്ത് ചെയ്യുക വേണമെങ്കിൽ സ്ട്രൈപ്പോ റാസർ പേ പേപ്പാളോ ഏത് വേണമെങ്കിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യുക ഇൻറ്റഗ്രേറ്റ് ചെയ്യാൻ പറ്റും. ഇത് മൂന്നും ഞാൻ പറയാൻ കാരണം ഇത് മൂന്നും ഞാൻ സിമ്പിളായിട്ട് തന്നെ സിമ്പിളല്ല പക്ഷേ ഇൻറ്റഗ്രേറ്റ് ചെയ്തിട്ടുണ്ട്. ഇൻറ്റഗ്രേറ്റ് ചെയ്യുക എന്ന് പറയുമ്പോൾ നിങ്ങൾ ഫസ്റ്റ് ടൈം ചെയ്യുമ്പോൾ കുറച്ച് ബുദ്ധിമുട്ടായിരിക്കും. പക്ഷേ നിങ്ങൾക്ക് അതിൻ്റെ വർക്കിങ്ങും കാര്യങ്ങളൊക്കെ മനസ്സിലാക്കി കഴിഞ്ഞാൽ വളരെ ഈസി ആയിരിക്കും. എനിക്ക് വേണമെങ്കിൽ 3 പ്രാവശ്യം എന്ത് ചെയ്യുക ഒന്നെന്നെ എന്ത് ചെയ്യാൻ പറ്റും ഇൻറ്റഗ്രേറ്റ് ചെയ്യാമായിരുന്നു. കാരണം ഒരു തവണ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ആ ഒരു കോഡും കാര്യങ്ങളും തന്നെ റീയൂസ് ചെയ്താൽ മതി. പക്ഷെ ഞാൻ എന്ത് ചെയ്യുക ഡിഫറെൻ്റ് ആയിട്ട് ചെയ്ത് നോക്കിയത് എക്സ്പെരിമെൻറ്റ് ചെയ്താണ്. നമ്മൾ ഡെവലപ്പേഴ്സ് ആകുന്ന ടൈമിൽ എല്ലാം എന്ത് ചെയ്യണം ജസ്റ്റ് ഒന്ന് ട്രൈ ഔട്ട് ചെയ്ത് നോക്കുന്നത് നല്ലതാണ്. ഓക്കെ, അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് നിങ്ങൾക്ക് 3 എന്ത് ചെയ്യാൻ പറ്റുന്ന കാര്യം തന്നെയാണ്. ഓക്കെ, നെക്സ്റ്റ് വരുന്നത് എന്ന് പറയുന്നത് ക്യാഷ് ഓൺ ഡെലിവറി കൂടെ കൊടുക്കണം. ക്യാഷ് ഓൺ ഡെലിവറി കൊടുക്കുക എന്ന് പറയുന്ന ടൈമിൽ അത് വളരെ ഈസി ആയിട്ട് കൊടുക്കാൻ പറ്റും. ഓക്കെ, ഈ ഒരു പേയ്മെൻറ്റ് ഓൺലൈൻ പേയ്മെൻറ്റ് ഇൻറ്റഗ്രേഷൻ്റെ പോലെയല്ല. നമുക്ക് എന്ത് ചെയ്യുക ഡയറക്റ്റ് ക്യാഷ് ഓൺ ഡെലിവറി എന്ന് കൊടുക്കുക. അപ്പോൾ ഓർഡർ സക്സസ് എന്ന് കൊടുത്താൽ മതി. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം ഡയറക്റ്റ് ഓർഡർ പേയ്മെൻറ്റ് കംപ്ലീറ്റ് ആയി കഴിഞ്ഞാൽ നേരെ ഒരു സക്സസ് പേജിലോട്ട് വേണം പോകാൻ. അഥവാ ഇൻ കേസ് ഫെയിൽ ആകുകയാണെങ്കിൽ ഫെയിലായിട്ടുള്ള ഒരു പേജിലോട്ട് വേണം നമ്മൾ ആ ഒരു യൂസറിനെ റീഡയറക്റ്റ് ചെയ്യാനായിട്ട്. നെക്സ്റ്റ് വരുന്നത് എന്ന് പറയുന്നത് യൂസറിൻ്റെ പ്രൊഫൈൽ വേണം നമുക്ക്. അത് യൂസർ ലോഗിൻ ചെയ്ത് കഴിഞ്ഞാൽ യൂസറിൻ്റെ ആ ഒരു ഫോട്ടോ അതുപോലെ ഇതൊക്കെ എഡിറ്റ് ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് ഒരു ഡിഫാൾട്ട് ഇമേജ് കൊടുക്കാം. അവിടെ തന്നെ ആ ഒരു ക്ലിക്ക് ചെയ്യുന്ന ടൈമിൽ എന്ത് ചെയ്യുക അതിൻ്റെ പ്രൊഫൈൽ എഡിറ്റ് ചെയ്യാൻ, അതുപോലെ തന്നെ അവിടെ യൂസറിൻ്റെ നെയിം ആഡ് ചെയ്ത് കൊടുക്കാൻ, അതുപോലെ തന്നെ ഇമെയിൽ ആഡ് ചെയ്യാനും അതുപോലെ തന്നെ എഡിറ്റ് ചെയ്യാനൊക്കെ ഉള്ള ഓപ്ഷന് വേണമെങ്കിൽ നിങ്ങൾക്ക് റിക്കവറി ഇമെയിലോ അങ്ങനത്തെ കാര്യങ്ങളൊക്കെ വേണമെങ്കിൽ ഫീച്ചേഴ്സ് ഇതൊക്കെ നിങ്ങൾക്ക് എക്സ്ട്രാ ആയിട്ട് കൊടുക്കാൻ പറ്റുന്ന കാര്യങ്ങളാണ്. അവിടെ തന്നെ യൂസറിൻ്റെ ഒരു പ്രൊഫൈലിൽ അഡ്രസ്സ് ഹാൻഡിൽ ചെയ്യാനുള്ള ഓപ്ഷന്, പിന്നെ എന്ത് ചെയ്യുക ഇമേജ് നമ്മൾ പറഞ്ഞല്ലോ. പിന്നെ വാലറ്റിൻ്റെ ഒരു കാര്യം കൂടി ഉണ്ട് കേട്ടോ. അവിടെ വാലറ്റ് കൂടി നമ്മൾ ആഡ് ചെയ്ത് കൊടുക്കണം. വാലറ്റ് ആഡ് ചെയ്യുക എന്ന് പറയുമ്പോൾ വാലറ്റിലോട്ട് യൂസറിന് എമൗണ്ട് ആഡ് ചെയ്യാൻ പറ്റുന്ന രീതിയിൽ യൂസറിന് എമൗണ്ട് ആഡ് ചെയ്യുക എന്ന് പറയുമ്പോൾ ഡയറക്റ്റ് ജസ്റ്റ് ടൈപ്പ് ചെയ്തിട്ട് ആഡ് ചെയ്യല്ല. ഇപ്പോൾ നിങ്ങൾ ഏത് പേയ്മെൻറ്റ് ഇൻറ്റഗ്രേഷനാണ് ചെയ്യുന്നതെങ്കിൽ അത് തന്നെ യൂസ് ചെയ്താൽ മതി. ഇപ്പോൾ സ്ട്രൈപ്പാണ് ചെയ്യുന്നതെങ്കിൽ സ്ട്രൈപ്പ് യൂസ് ചെയ്തിട്ട് തന്നെ ചെയ്യാൻ പറ്റും. അപ്പോൾ നിങ്ങൾ ഫസ്റ്റ് ആ ഒരു ചെക്കൗട്ട് പേജിൽ ഇത് ചെയ്തിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഓൾറെഡി ഈസി ആയിട്ട് തന്നെ അറിയാൻ പറ്റും എങ്ങനെയാണ് ഇവിടെ കൊടുക്കുക. അപ്പോൾ ഒരു പേയ്മെൻറ്റ് ചെയ്ത് കഴിഞ്ഞാൽ യൂസർ ഒരു 1000 ആഡ് ചെയ്ത് കഴിഞ്ഞാൽ അത് യൂസറിൻ്റെ വാലറ്റിൽ ആ ഒരു എമൗണ്ട് ആഡ് ചെയ്ത് കാണിക്കുക. അത്രയും സിമ്പിളാണ്. ഓക്കെ, നെക്സ്റ്റ് വരുന്നത് എന്താ നമുക്ക് ഓൺലൈൻ പേയ്മെൻറ്റ് ഇതിൻ്റെ എല്ലാം കംപ്ലീറ്റ് ഒരു ലിസ്റ്റ് കാണിക്കാം. നമ്മൾ ഒരു ടേബിൾ പോലെ ഈ ഒരു പേയ്മെൻറ്റ്സിൻ്റെ ഹിസ്റ്ററി ഉണ്ടല്ലോ അത് നമ്മൾ അവിടെ തന്നെ കാണിച്ചു കൊടുക്കണം യൂസറിന്. അത് എപ്പോഴാണ് പേയ്മെൻറ്റ് നടന്നിട്ടുള്ളത്, അല്ലെങ്കിൽ ഓർഡറിൻ്റെ ഒക്കെ ഉണ്ടാവും, ഓർഡർ ക്യാൻസൽ ആയത്, അതുപോലെ തന്നെ അങ്ങനെ ഉള്ള ഒരു പേയ്മെൻറ്റ് ഹിസ്റ്ററി കാണിക്കണം. ഓക്കെ, നെക്സ്റ്റ് വരുന്നതാണ് യൂസറിൻ്റെ സൈഡിൽ തന്നെ മൈ ഓർഡേഴ്സ് എന്ന് പറയുന്നൊരു സെക്ഷൻ ഉണ്ട്. ഇവിടെ നമുക്ക് കൊടുക്കാൻ പറ്റുന്ന എന്താണ്
ഒരു സിംഗിൾ പ്രൊഡക്റ്റ് ക്യാൻസൽ ചെയ്യാൻ പറ്റുന്ന രീതിയിൽ, അതുപോലെ തന്നെ മൾട്ടിപ്പിൾ പ്രൊഡക്ട്സ് ക്യാൻസൽ ചെയ്യുക. ഇപ്പോൾ സിംഗിൾ പ്രൊഡക്റ്റ് ക്യാൻസൽ ചെയ്യുക എന്ന് പറയുന്ന ടൈമിൽ ഒരു ഓർഡർ ചെയ്യുന്ന ടൈമിൽ തന്നെ എന്ത് ചെയ്തിട്ടുണ്ടാവും യൂസർ ഒന്നിലധികം പ്രൊഡക്ട്സ് സെലക്ട് ചെയ്ത്, അതായത് ഡിഫറെൻറ്റ് ടൈപ്പ് ഓഫ് പ്രൊഡക്ട്സ് എന്ത് ചെയ്തിട്ടുണ്ടാവും യൂസർ സെലക്ട് ചെയ്തിട്ടുണ്ടാവും. അപ്പോൾ ഈ ഒരു സെലക്ട് ചെയ്തതിൽ നിന്ന് ഇത് ഒരു ഓർഡർ ആയിട്ടായിരിക്കും എന്ത് ചെയ്യുന്നത് അവിടെ നമ്മൾ സ്റ്റോർ ചെയ്തിട്ടുണ്ടാവുക. ഈ ഒരു ടൈമിൽ നമുക്ക് അതിൽ നിന്ന് ഒരു പ്രൊഡക്റ്റ് സിംഗിൾ പ്രൊഡക്റ്റ് എന്ത് ചെയ്യുക യൂസറിന് ആവശ്യമില്ലെങ്കിൽ ജസ്റ്റ് അത് മാത്രം ക്യാൻസൽ ചെയ്യണം. അപ്പോൾ അതിൻ്റെ ഒരു ഓപ്ഷൻ നമ്മൾ കൊടുക്കണം. അതുപോലെ തന്നെ ആ ഒരു കംപ്ലീറ്റ് ഓർഡർ തന്നെ ക്യാൻസലാക്കാനുള്ള ഓപ്ഷൻ അത് നമ്മൾ കൊടുക്കണം. പിന്നെ അതുപോലെ തന്നെ നമുക്ക് എന്ത് ചെയ്യുക അതിനകത്ത് റിട്ടേണിലുള്ള ഓപ്ഷൻ കൊടുക്കണം. അതുപോലെ തന്നെ നമുക്ക് എന്ത് ചെയ്യുക പിന്നെ അവിടെ ഇൻവോയ്സ് ഡൗൺലോഡ് ചെയ്യാനുള്ള ഓപ്ഷൻ കൊടുക്കണം. ഇത് കംപ്ലീറ്റ് ആയി കഴിഞ്ഞാൽ നമുക്ക് എന്ത് ചെയ്യണം ഇൻവോയ്സ് കിട്ടണം. അതുപോലെ തന്നെ യെസ്, ഇത്രയും കാര്യങ്ങളൊക്കെയാണ് അവിടെ നമ്മൾ കൊടുക്കേണ്ടത്. ഓക്കെ, നെക്സ്റ്റ് അഡ്മിൻ സൈഡ് നോക്കാം. നമുക്ക് അഡ്മിൻ സൈഡിൽ എന്ന് പറയുന്നത് ഫസ്റ്റ് നമ്മൾ ഒരു ലോഗിൻ പേജ് വേണം യൂസറിന്. സൈനപ്പ് കൊടുത്തിട്ടില്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല, പക്ഷേ നിങ്ങൾക്ക് എന്ത് ചെയ്യുക ഡിഫോൾട്ടായിട്ട് എന്തെങ്കിലും ഡാറ്റാബേസിനകത്ത് ജനറേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇതുപോലെ ചെയ്യാനായിട്ട് പറ്റും. ആ ഒരു ലോഗിൻ്റെ പാസ്വേഡ് ഇതൊക്കെ വെച്ചിട്ട് അവിടെ നമ്മൾ കൊടുക്കേണ്ടതെന്ന് പറയുന്നത് ഒരു ഡാഷ്ബോർഡ് ക്രിയേറ്റ് ചെയ്യണം. ലോഗിൻ പേജ് ക്രിയേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നേരെ ലോഗിനും അതുപോലെ തന്നെ ലോഗൗട്ടൊക്കെ വളരെ കറക്റ്റായിട്ട് തന്നെ വേണം നിങ്ങൾ ചെയ്യാൻ. ഓക്കെ, അത് കഴിഞ്ഞാൽ ഡാഷ്ബോർഡിനകത്ത് നമുക്ക് എന്ത് ചെയ്യുക ഒരു പൈ ചാർട്ടോ അല്ലെങ്കിൽ എന്താ പറയുക ചാർട്ട് ജേസ് എന്ന് പറഞ്ഞിട്ടുണ്ട്. അത് അങ്ങനത്തെ കുറച്ച് ലൈബ്രറീസ് ഒക്കെ ഉണ്ട്. അത് നിങ്ങൾ ജസ്റ്റ് ഒന്ന് സെർച്ച് ചെയ്ത് നോക്കിയാൽ മതി, ആ ഒരു ടൈമിൽ തന്നെ കാണാൻ പറ്റും. അപ്പോൾ ഇതൊക്കെ യൂസ് ചെയ്തിട്ട് എന്ത് ചെയ്യുക നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടൊരു ഡാഷ്ബോർഡ് ക്രിയേറ്റ് ചെയ്യുക. അല്ലെങ്കിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യുക ഡാഷ്ബോർഡ് ടെംപ്ലേറ്റ്സ് എടുക്കാം. പക്ഷേ ടെംപ്ലേറ്റ്സ് യൂസ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാവില്ല എങ്ങനെയാണ് ഡാഷ്ബോർഡിനകത്ത് വർക്ക് ചെയ്യുന്നതെന്ന് മനസ്സിലാവില്ല. അതുകൊണ്ടാണ് അപ്പോൾ നിങ്ങൾ ഡാഷ്ബോർഡ് ചെയ്യുന്ന ടൈമിൽ സ്വന്തമായിട്ട് തന്നെ ചെയ്യുക. എന്നിട്ട് അതിനകത്ത് എന്ത് ചെയ്യുക ഡാറ്റയൊക്കെ എന്ത് ചെയ്യുക ഡൈനാമിക് ആയിട്ട് തന്നെ അപ്ഡേറ്റ് ചെയ്യുന്ന രീതിയിൽ കൊടുക്കുക. പൈ ചാർട്ടൊക്കെ കൊടുക്കുന്ന ടൈമിൽ ഇപ്പോൾ പേയ്മെൻറ്റ്സിൻ്റെ ആണെങ്കിലും അല്ലെങ്കിൽ എത്ര യൂസേഴ്സ് ഉണ്ട് അതിൻ്റെ കൗണ്ടാണ് കൊടുക്കുന്നതെങ്കിലും എന്ത് ഡീറ്റെയിൽസാണ് നിങ്ങൾ ചാർട്ടിലോട്ട് കൊടുക്കുന്നതെങ്കിൽ അത് ഡൈനാമിക് ആയിട്ട് തന്നെ അപ്ഡേറ്റ് ചെയ്യുന്ന രീതിയിലൊക്കെ കൊടുക്കുക. നെക്സ്റ്റ് വരുന്നതാണ് ഓർഡേഴ്സിൻ്റെ നമുക്ക് എന്ത് ചെയ്യുക ഒരു ടേബിൾ വേണം. ഇതൊക്കെ ഒരു സൈഡ് ബാർ ക്രിയേറ്റ് ചെയ്യുക. അതിനകത്ത് ഓർഡേഴ്സ് അതുപോലെ തന്നെ ഡാഷ്ബോർഡ് യൂസേഴ്സ് ഇങ്ങനെയൊക്കെ എന്ത് ചെയ്യുക സൈഡ് ബാറിനകത്ത് കൊടുക്കുക. പിന്നെ ഈ ഒരു ഓർഡേഴ്സിൻ്റെ ടാബിളിനകത്ത് നമുക്ക് ഇതിനകത്ത് വേണ്ട മെയിനായിട്ടുള്ള കാര്യം എന്ന് പറഞ്ഞാൽ സെർച്ച് ഓപ്ഷൻ വേണം. അപ്പോൾ നമുക്ക് ആ ഒരു കീ അനുസരിച്ച് നമ്മൾ സെർച്ച് ചെയ്ത് കഴിഞ്ഞാൽ ഫിൽട്ടർ ചെയ്ത് വരുന്ന രീതിയിലൊക്കെ കൊടുക്കുക. പിന്നെ വരുന്നത് എന്ന് പറയുന്നത് ഇവിടെ ക്യാൻസൽ ചെയ്യാൻ അതുപോലെ തന്നെ അപ്രൂവ് ചെയ്യാൻ റിട്ടേൺ കൊടുക്കാൻ ഇങ്ങനത്തെയൊക്കെയുള്ള ഓപ്ഷൻസൊക്കെ അഡ്മിന് കൊടുക്കുക. പിന്നെ വരുന്നത് അതിനകത്ത് ഓരോ ടാബിളിനകത്തും നമ്മൾ എന്ത് ചെയ്യണം പേജിനേഷൻ കൂടി ആഡ് ചെയ്ത് കൊടുക്കേണ്ടതുണ്ട്. പിന്നെ നെക്സ്റ്റ് എന്ന് പറയുന്നത് പ്രൊഡക്ട്സിൻ്റെ നമുക്ക് സൈഡ് ബാറിൽ തന്നെ എന്ത് ചെയ്യുക പ്രൊഡക്ട്സിന് കൊടുക്കുക. പ്രൊഡക്ട്സ് കൊടുക്കുമ്പം എല്ലാ പ്രൊഡക്ട്സിനും ലിസ്റ്റ് ചെയ്ത് കാണിക്കുക. അതുപോലെ തന്നെ അതായത് ആഡ് ചെയ്തിട്ടുള്ള പ്രൊഡക്ട്സ് ഉണ്ടാവും, അപ്പോൾ ആഡ് ചെയ്യാനുള്ള ഓപ്ഷൻ കൊടുക്കുക. അതുപോലെ തന്നെ അത് എഡിറ്റ് ചെയ്യാനുള്ള ഓപ്ഷൻ കൊടുക്കുക. കൗണ്ടൊക്കെ അപ്ഡേറ്റ് ചെയ്യാൻ ഇപ്പം ഒരു പ്രൊഡക്റ്റിൻ്റെ സ്റ്റോക്ക് പിന്നെയും വന്നിട്ടുണ്ടെങ്കിൽ ആ ഒരു പ്രൊഡക്റ്റ് ആഡ് ചെയ്ത് കൊടുക്കുക. ഇനി പ്രൊഡക്റ്റ് ഔട്ട് ഓഫ് സ്റ്റോക്ക് ആയിട്ടുണ്ടെങ്കിൽ അതിനുള്ള ഓപ്ഷൻ കൊടുക്കുക. അറ്റ് ദ സെയിം ടൈം തന്നെ എന്ത് ചെയ്യുക യൂസറിൻ്റെ സൈഡിലും ഈ ഒരു കൗണ്ട് അപ്ഡേറ്റ് ആയിട്ട് വരണം. അതിനുവേണ്ടി നിങ്ങൾക്ക് എന്ത് ചെയ്യുക വേണമെങ്കിൽ സോക്കറ്റ് ഐ ഒക്കെ വേണമെങ്കിൽ യൂസ് ചെയ്യാം, റിയൽ ടൈം ആയിട്ട് അപ്ഡേറ്റ് ചെയ്യാം. പിന്നെ വേറൊരു കാര്യം കൂടിയുണ്ട്, നമുക്ക് എന്ത് ചെയ്യുക യൂസറിനെ അൺബ്ലോക്ക് ചെയ്യാനും അതുപോലെ തന്നെ ബ്ലോക്ക് ചെയ്യാനുള്ള ഓപ്ഷനും കൂടി കൊടുക്കുക. പിന്നെ വേറൊരു കാര്യം എന്ന് പറയുന്നത് നമ്മൾ ഈ പ്രൊഡക്റ്റ് ആഡ് ചെയ്യുന്ന ടൈമിൽ പ്രൊഡക്റ്റിൻ്റെ കൂടെ നമ്മൾ എന്ത് ചെയ്യും പ്രൊഡക്റ്റിൻ്റെ നെയിം ഡിസ്ക്രിപ്ഷന് ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ കൊടുക്കും. അതുപോലെ തന്നെ ഇമേജസ് ആഡ് ചെയ്യാനുള്ള ഓപ്ഷൻ കൊടുക്കും. അപ്പോൾ അതിന് വേണ്ടിയിട്ട് എന്താണ് നിങ്ങൾ യൂസ് ചെയ്യേണ്ടത് മൾട്ടർ യൂസ് ചെയ്യാം നമുക്ക്. അതുപോലെ തന്നെ വേറെയും കുറേ കാര്യങ്ങൾ ഉണ്ടാവും. നമുക്ക് എന്ത് ചെയ്യാം സിമ്പിളായിട്ട് തന്നെ മൾട്ടർ യൂസ് ചെയ്തുകൊണ്ട് തന്നെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും മൾട്ടിപ്പിൾ ഇമേജസോ അല്ലെങ്കിൽ സിംഗിൾ ഇമേജോ ഒക്കെ അപ്ലോഡ് ചെയ്യാനായിട്ട് പറ്റും. അപ്പോൾ നിങ്ങൾക്ക് ഏതാ അതിനനുസരിച്ച് നിങ്ങൾ ചെയ്യാം. പിന്നെ വേറൊരു കാര്യം എന്ന് പറയുന്നത് ഇമേജ് ക്രോപ്പ്. അവിടെ തന്നെ വേണമെങ്കിൽ നിങ്ങൾക്ക് ഇമേജ് സൂമിൻ്റെ അവിടെ കൊടുക്കണമെന്നില്ല, ഇമേജ് ക്രോപ്പ് ചെയ്യാനുള്ള ഒരു ഫങ്ഷണാലിറ്റി അവിടെ കൊടുക്കുക. കാരണം അപ്ലോഡ് ചെയ്യുന്ന ടൈമിൽ എന്ത് ചെയ്യുക നമുക്ക് ഏത് പാർട്ടാണ് നമുക്ക് വേണ്ടെങ്കിൽ അത് മാത്രം എടുത്തിട്ട് അപ്ലോഡ് ചെയ്യുന്ന രീതിയിൽ കൊടുക്കുക. പിന്നെ യൂസർ ബ്ലോക്ക് അൺബ്ലോക്ക് നമ്മൾ പറഞ്ഞല്ലോ. പിന്നെ വരുന്ന നമുക്ക് എന്ത് ചെയ്യുക ഓഫേഴ്സ് കൊടുക്കാനായിട്ട് പറ്റും. ഇപ്പോൾ നമുക്ക് ഓരോ ഓഫർ ഇവിടെ ആഡ് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ അതിനനുസരിച്ച് എന്ത് ചെയ്യുക. അതുപോലെ തന്നെ ഓഫർ മാത്രമല്ല കൂപ്പൺ നമുക്ക് ആഡ് ചെയ്ത് കൊടുക്കാൻ പറ്റും. ഇപ്പോൾ ഈ ഒരു കൂപ്പണ് നമ്മൾ എവിടെയാണ് കാണിക്കേണ്ടത് ചെക്കൗട്ട് പേജിലാണ്, യൂസറിൻ്റെ ചെക്കൗട്ട് പേജിലാണ് ഓരോ നമ്മളൊരു പ്രൊഡക്റ്റിനാണ് ഒരു കൂപ്പൺ കൊടുത്തിട്ട് അല്ലെങ്കിൽ ഒരു ഫെസ്റ്റിവൽ ഒരു സീസണിനകത്ത് ഓഫർ കൊടുത്തിട്ടുണ്ടെങ്കിൽ എന്ത് ചെയ്യുക പ്രൊഡക്റ്റിൻ്റെ പേജിൽ കാണിക്കും. അതുപോലെ തന്നെ കൂപ്പൺ അപ്ലൈ ചെയ്യാനുള്ള ഓപ്ഷൻ എന്ന് പറയുന്നത് ചെക്കൗട്ട് പേജിലായിരിക്കും കൊടുത്തിട്ടുണ്ടാവുക. അപ്പോൾ അവിടെ എന്ത് ചെയ്യണം ആ ഒരു ടൈമിൽ പ്രൊഡക്റ്റിൻ്റെ പ്രൈസിൽ നിന്ന് അത് മൈനസ് ചെയ്തിട്ട് വേണം കാണിക്കാൻ. അതുപോലെ തന്നെ ഒരു തവണ ആ ഒരു കൂപ്പൺ യൂസ് ചെയ്തിട്ടുണ്ടെങ്കിൽ പിന്നെ എന്ത് ചെയ്യാൻ പാടില്ല
ആ ഒരു സെയിം യൂസർ ആ ഒരു കൂപ്പൺ യൂസ് ചെയ്യാൻ പാടില്ല. അപ്പോൾ അങ്ങനത്തെ വാലിഡേഷനും കാര്യങ്ങളൊക്കെ അതിനകത്ത് കൊടുക്കണം. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് എന്ത് ചെയ്യുക, ഒരു ബേസിക് ആയിട്ടൊരു ഫസ്റ്റ് പ്രൊജക്റ്റ് വരെ നിങ്ങൾക്ക് ചെയ്യാനുള്ള എല്ലാ ഡീറ്റെയിൽസും ഇതിനകത്ത് പറഞ്ഞിട്ടുണ്ട്. നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യുക, ജസ്റ്റ് കമൻറ്റ് ചെയ്യണം. അതുപോലെ തന്നെ ഈ ഒരു വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് ലൈക്ക് ചെയ്യുക. അതുപോലെ തന്നെ ചാനൽ നിങ്ങൾ ഓൾറെഡി സബ്സ്ക്രൈബ് ചെയ്തിട്ടുണ്ടെന്ന് വിശ്വസിക്കുന്നു. പിന്നെ നിങ്ങളുടെ ഫ്രണ്ട്സിന് എന്തായാലും ഇതൊന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. ഇതാണ് ഞാൻ നേരത്തെ പറഞ്ഞ ഇത്രയും 1 lakh വാല്യൂ ഉള്ളൊരു ഗിഫ്റ്റ് എന്ന് പറയുന്നത്. ഇപ്പം ഇതിൻ്റെ ബാക്കി കാര്യങ്ങൾ എന്ത് ചെയ്യുക, ഞാൻ നെക്സ്റ്റ് വീഡിയോസിലായിട്ട് ചെയ്യാം. അപ്പോൾ നിങ്ങൾ ജസ്റ്റ് എന്ത് ചെയ്താൽ മതി, കമൻറ്റ് മാത്രം ചെയ്താൽ മതി. അതായത് നിങ്ങളിപ്പം ഓൾറെഡി ഇത്രയും കാര്യങ്ങൾ ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടോ, അല്ലെങ്കിൽ നിങ്ങൾ ചെയ്യാൻ തുടങ്ങുകയാണെങ്കിൽ ഇപ്പം തന്നെ കമൻറ്റ് ചെയ്യും. ചെയ്യാൻ സ്റ്റാർട്ട് ചെയ്യാൻ തുടങ്ങി ഇത് ഫോളോ അപ്പ് ചെയ്ത് പോകാം എന്ന് എന്ത് ചെയ്യുക, ജസ്റ്റ് ഒന്ന് കമൻറ്റ് ചെയ്താൽ മതി. അത് കഴിഞ്ഞ് ഓൾറെഡി ഇത് ചെയ്ത് കഴിഞ്ഞവരാണെങ്കിൽ ഇപ്പം തന്നെ പറഞ്ഞോ, ഞാൻ എന്ത് ചെയ്യുക, ഇതിൻ്റെ ബാക്കിയുള്ള വീഡിയോ കൂടി ചെയ്തു തരാം. അപ്പോൾ നെക്സ്റ്റ് പ്രൊജക്റ്റ് എങ്ങനെയാണ് ചെയ്യുന്നത് എന്നുള്ള കാര്യങ്ങളൊക്കെ ഡീറ്റെയിൽ ആയിട്ട് തന്നെ പറഞ്ഞുതരാം. അപ്പം ഇത്രയേ ഉള്ളൂ. ഈ വീഡിയോ ഇഷ്ടമായി കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത്. അപ്പോൾ നെക്സ്റ്റ് വീഡിയോ ആയിട്ട് കാണാം. ബൈ.